ഇന്ന് മലയാള സിനിമ ലോകത്ത് മാത്രമല്ല ദക്ഷിണേന്ത്യൻ സിനിമയിലുടനീളം വലിയ ചർച്ചയായി മാറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മമിത ബൈജു എന്ന യുവതാരം ഇപ്പോൾ തമിഴ് സിനിമയിലേക്കുള്ള തന്റെ പ്രവേശനത്തോടൊപ്പം നേരിടേണ്ടി വന്ന വിവാദവും അതിന് അവർ നൽകിയ ശക്തമായ മറുപടിയും ആണ് ഈ വീഡിയോയുടെ പ്രധാന വിഷയം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു കാര്യമാണ് തമിഴ് സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങളിലേക്ക് നാട്ടുകാരായ തമിഴ് അഭിനേത്രിമാരെ മാറ്റി നിർത്തിമാർ ഭാഷകളിലെ അഭിനേത്രിമാരെ എത്തിക്കുന്ന പ്രവണതി, പ്രത്യേകിച്ച് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കഥാപാത്രത്തിലേക്ക് ഒരു നോൺ-തമിഴ് അഭിനേത്രിയെ തിരഞ്ഞെടുക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് പലരും ഉയർത്തിയത്. ഈ വിവാദത്തിന്റെ കേന്ദ്രത്തിൽ എത്തിയത് മമിത ബൈജുവാണ്. കര എന്ന സിനിമയിൽ അവർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ വിമർശനങ്ങൾ ഉയർന്നത്. ഈ സിനിമ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്നതും സംസ്കാരപരമായ ഗുണങ്ങൾ ഉള്ള ഒരു കഥാപാത്രമാണെന്നും അതുകൊണ്ടുതന്നെ ഒരു സ്വദേശിയായ അഭിനേത്രിയെ തന്നെ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നുവെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഈ വിമർശനങ്ങൾക്ക് മമിത നൽകിയ മറുപടി വളരെ വ്യക്തവും ആത്മവിശ്വാസമുള്ളതുമായിരുന്നു. ഒരു അഭിനേത്രിയായി തനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഏറ്റെടുക്കുകയും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് അവർ തുറന്നു പറഞ്ഞു. കഥാപാത്രം തിരഞ്ഞെടുക്കുന്നത് നടന്മാരല്ല സംവിധായകരാണ് എന്നതും അവർ പ്രത്യേകിച്ച് ചൂണ്ടിക്കാട്ടി. ഒരു സിനിമയുടെ കാസ്റ്റിംഗ് തീരുമാനങ്ങൾ നിർമ്മാതാക്കളും സംവിധായകരും ചേർന്നാണ് എടുക്കുന്നത്. അതിൽ നടന്മാർക്ക് അധികമായി ഇടപെടാനാകില്ലെന്നും അവർ വ്യക്തമാക്കി. തനിക്ക് ലഭിച്ച കഥാപാത്രം ഒരു വെല്ലുവിളിയായിരുന്നുവെന്നും അതിലൂടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനാണ് ശ്രമിച്ചതെന്നും അവർ പറഞ്ഞു. വ്യത്യസ്ത ഭാഷകളിലും സംസ്കാരങ്ങളിലും അഭിനയിക്കുന്നത് ഒരു അഭിനേതാവിന്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇത് ഒരു പ്രധാനമായ സന്ദേശമാണ്. കാരണം ഇന്നത്തെ സിനിമ ലോകം ഭാഷയുടെ അതിരുകൾ കടന്നു മുന്നേറുകയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ ഭാഷകൾ വേർതിരിക്കുന്ന കാലം കുറയുകയാണ്. ഒരു നല്ല നടൻ എവിടെയായാലും അഭിനയിക്കാൻ കഴിയും എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. മമിതയുടെ ഈ നിലപാട് അതിനെ പിന്തുണയ്ക്കുന്നതാണ്. അതേസമയം ഈ വിവാദത്തിൽ മറ്റൊരു കോണും ഉണ്ടായിരുന്നു. ചിലർ ആരോപിച്ചത് കഥാപാത്രത്തിനു വേണ്ടി അവരുടെ ത്വക്ക് നിറം മാറ്റിയെന്നതാണ്. അതായത് ഡാർക്ക് മേക്കപ്പ് ഉപയോഗിച്ചതായി ചില വിമർശനങ്ങൾ ഉയർന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചു. എന്നാൽ സംവിധായകൻ ഇത് പൂർണ്ണമായും കഴിവിനെ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനമാണെന്ന് വ്യക്തമാക്കി. നിരവധി പേരെ ഓഡിഷൻ നടത്തിയ ശേഷമാണ് മമിതയെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചതെന്നും അവരുടെ പ്രകടനമാണ് ഏറ്റവും മികച്ചതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സിനിമാ മേഖലയിൽ കഴിവിന് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം ചിലർ ഈ വാദത്തെ വിമർശിക്കുകയും യഥാർത്ഥത്തിൽ നാട്ടിലുള്ള കഴിവുകൾക്ക് അവസരം നൽകേണ്ടതുണ്ടെന്നും അഭിപ്രായപ്പെട്ടു. ഈ വിവാദം ഇപ്പോൾ ഒരു വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് സിനിമയിൽ അരഗണനഥാകരമേവോധ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒരു കഥാപാത്രത്തിന് അനുയോജ്യമായ ആളെ തിരഞ്ഞെടുക്കണമോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആളെ തന്നെ തിരഞ്ഞെടുക്കണമോ എന്നതാണ് പ്രധാന ചോദ്യമായി ഉയരുന്നത്. മമിതയുടെ മറുപടി ഈ വിഷയത്തിൽ വളരെ ബാലൻസ്ഡ് ആയിരുന്നു. അവർ ആരെയും കുറ്റപ്പെടുത്താതെ തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കിയതാണ് ശ്രദ്ധേയമായത്. തന്റെ ലക്ഷ്യം മികച്ച പ്രകടനം നൽകുകയാണ് എന്നതാണ് അവർ ആവർത്തിച്ചു പറഞ്ഞത്. അതേസമയം അവരുടെ കരിയർ ഇപ്പോൾ വലിയ ഉയർച്ചയിലാണ്. പ്രേമലു എന്ന സിനിമയിലൂടെ വലിയ ബ്രേക്ക് ലഭിച്ച മമിത ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഏറ്റവും തിരക്കേറിയ യുവ അഭിനേത്രിമാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ്. അതിനുശേഷം അവർ തമിഴ് സിനിമയിലും വലിയ അവസരങ്ങൾ നേടുകയാണ്. പ്രമുഖ താരങ്ങളോടൊപ്പം അഭിനയിക്കുന്നതിലൂടെ അവരുടെ കരിയർ പുതിയ ഉയരങ്ങളിലേക്ക് പോകുകയാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരം വിമർശനങ്ങൾ വരുന്നത് സ്വാഭാവികമാണെങ്കിലും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഒരു നടന്റെ വളർച്ചയെ നിർണ്ണയിക്കുന്നത്. മമിതയുടെ പ്രതികരണം അതിൽ ഒരു പോസിറ്റീവ് ഉദാഹരണമാണ്. അവർ ഒരിക്കലും വിവാദം വലുതാക്കാതെ തന്നെ വളരെ സ്മാർട്ടായി മറുപടി നൽകിയിരിക്കുന്നു. ഇത് അവരുടെ പ്രൊഫഷണലിസം കാണിക്കുന്നു. ഇപ്പോൾ ആരാധകർ ഈ വിഷയത്തെ രണ്ട് തരത്തിൽ കാണുന്നു. ചിലർ മമിതയെ പിന്തുണയ്ക്കുകയും കഴിവാണ് പ്രധാനമെന്ന് പറയുകയും ചെയ്യുമ്പോൾ മറ്റു ചിലർ പ്രാദേശിക അഭിനേതാക്കൾക്ക് കൂടുതൽ അവസരം നൽകണം എന്ന നിലപാട് എടുത്തിരിക്കുകയാണ്. ഈ രണ്ട് അഭിപ്രായങ്ങളും പ്രാധാന്യമുള്ളവയാണ്. കാരണം സിനിമ ഒരു കലാരൂപവും ഒരേ സമയം ഒരു വ്യവസായവുമാണ്. ഇവിടെ കഴിവും അവസരങ്ങളും തമ്മിലുള്ള ബാലൻസ് കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ റിലീസിന് അടുത്തെത്തുമ്പോൾ ഈ വിവാദം സിനിമയ്ക്ക് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കുന്ന ഘടകമായും മാറിയിരിക്കുകയാണ്. ചിലപ്പോൾ ഇത്തരം വിവാദങ്ങൾ സിനിമയ്ക്ക് നെഗറ്റീവ് അല്ല, മറിച്ച് കൂടുതൽ പബ്ലിസിറ്റിയാണ് നൽകുന്നത്. ഇത് തന്നെ ഈ സിനിമയുടെ കാര്യത്തിലും സംഭവിക്കാം. ഒടുവിൽ പറയാനുള്ളത് മമിത ബൈജു നൽകിയ മറുപടി വളരെ പ്രായപൂർത്തിയുള്ളതും ചിന്താപരവുമായ ഒന്നാണ്. ഒരു നടിയുടെ ഉത്തരവാദിത്വം തന്റെ കഥാപാത്രം മികച്ച രീതിയിൽ അവതരിപ്പിക്കുകയാണ് എന്നതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഭാഷയും സ്ഥലവും അതിന് ഒരു തടസ്സമാകരുത് എന്നതാണ് അവരുടെ നിലപാട്. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു കഥാപാത്രത്തിന് അനുയോജ്യമായ നടനെ തിരഞ്ഞെടുക്കണമോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആളെ തന്നെ തിരഞ്ഞെടുക്കണമോ? മമിതയുടെ മറുപടി നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ.